നമസ്കാരം. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് പിന്നിലോട്ട് ചിന്തിക്കുകയാണ്. അതായത് 2001 എനിക്കൊരു മകളുണ്ട്. 2000 ജനിച്ചത്. 2001 അവൾക്കൊരു 1.5 വയസ്സുള്ളപ്പോൾ എൻ്റെ വൈഫിന് അന്നൊരു ജോലിയുണ്ട്, എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ രാവിലെ വൈഫ് ഇത്തിരി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പം ഞാൻ എൻ്റെ കുടുംബ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ വേറൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ രാവിലെ വൈഫ് പോയി കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ മോളെ ഡ്രസ്സ് ചെയ്ത് ഞാൻ എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എൻ്റെ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. പിന്നെ ഒരു ദിവസം ഞാൻ മോളെ ഇതുപോലെ ഇറക്കിയിട്ട് ഞാൻ കതവ് പൂട്ടുകയായിരുന്നു. കതവ് ഞാൻ വലിച്ചടച്ചപ്പോൾ മോളും എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പം കതവ് വലിച്ചടച്ചിട്ട് നല്ല അടയുന്നില്ല, നല്ല പൂട്ടാൻ പറ്റുന്നില്ല. എന്തോ ഒരു തടസ്സമുള്ളതുപോലെ ഞാൻ വീണ്ടും അമർത്തിക്കൊണ്ടിരുന്നപ്പോഴത്തെ ഞാൻ അറിയാതെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ താഴെ എൻ്റെ 1 വയസ്സുള്ള മകൾ 1.5 വയസ്സെങ്ങാണ്ടായി നിൽക്കുക. അവൾ ഈ കതകിൻ്റെ കട്ടളയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇവളുടെ കൈ അതിൻ്റെ ഇടയിലായി. ഞാനിത് കാണുന്നില്ല. ഞാൻ കതക് ഇങ്ങനെ വലിച്ചടയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അടയുന്നില്ല. ഞാൻ ഇങ്ങനെ കണ്ടതും എൻ്റെ മകൾ ഇങ്ങനെ കരയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ വല്ലാതെ ഞാൻ പെട്ടെന്ന് തുറന്നിട്ട് അവളെ പൊക്കിയെടുത്തു. ഞാൻ നോക്കി, ഇനി സഹിച്ചില്ല. കൈ ഇത്രയുള്ള ആ കുഞ്ഞിൻ്റെ കൈ വല്ലാത്തൊരവസ്ഥ. എന്നും എനിക്കതൊരു മാനസിക വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവം. ഇന്നും എൻ്റെ മനസ്സിലതൊരു വേദന. എൻ്റെ മോക്കിപ്പോൾ 26 വയസ്സാകുമ്പോൾ അവൾ കല്യാണമൊക്കെ കഴിഞ്ഞു. പക്ഷെ അതെനിക്കതൊരു വേദന തന്നെയാണ്. അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്ത ഒരു കുറ്റം, അറിയാതെ ഞാൻ ചെയ്തത്, എൻ്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചത്. ഭാഗ്യത്തിന് അവിടെ കുറച്ച് ദിവസം ഒരു ചെറുതായിട്ട് കല്ലിച്ച് കിടന്നെങ്കിലും പിന്നെ അതങ്ങ് പോയി. ഞാൻ ദിവസങ്ങളോളം എൻ്റെ മനസ്സിൽ അത് കിടന്ന് ഭയങ്കരമായിട്ടൊരു കുറ്റബോധം എന്താണെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിലൊക്കെ ചെന്ന് കരഞ്ഞിട്ടുണ്ട് ഈ സംഭവം പറഞ്ഞിട്ട്. എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഇത്തിരി പോകുന്ന കൈക്ക് എന്തുമാത്രം ഞാൻ ആ കയ്യെ ഞാൻ വേദനിപ്പിച്ചു. അവളുടെ എനിക്കറിയില്ല എങ്ങനെ പറയണമെന്ന്. ആ വാക്കുകൾ എനിക്ക് പറ്റുന്നില്ല. ഞാനിതിപ്പോൾ പറയാൻ കാരണം, ഇപ്പോൾ ഒരു പത്രത്തിൽ ഞാനൊരു ന്യൂസ് കണ്ടു. മുംബൈയിൽ ഒരു അച്ഛൻ മകളെ കൊന്നിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ ഈ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ നിയമത്തിൽ 2 മക്കളുടെ സ്ഥാനാർത്ഥിയാൻ പാടില്ലെന്ന്, അങ്ങനെ എന്തോ ഒരു നിയമം പത്രത്തിൽ വായിച്ചതാണ്. മത്സരിക്കാൻ പാടില്ലെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ 6 വയസ്സുള്ള കുട്ടിയാണ് ഇദ്ദേഹം കൊന്നത്. എങ്ങനെ? ഇദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ ഒരു കൂട്ടുകാരൻ കൂടി ഉണ്ടായിരുന്നു. അവർ 2 കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ബൈക്കിൽ മകളെ ഇരുത്തി കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് ഒരു കനാലിലെടുത്തിട്ട് വെള്ളത്തിൽ എടുത്തിട്ട് കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരച്ഛനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിന് സ്വന്തം ഇവിടെ ഞാൻ അറിയാതെ 26 വർഷത്തിന് മുന്നത്തെ കാര്യം പറയണേ, ഞാൻ അറിയാതെ കൈ ഇടയിലെ ഞാൻ ഞാൻ ഇന്നും അതിൻ്റെ കുറ്റബോധം കൊണ്ട് ഞാൻ വേദന അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഒരു അച്ഛൻ ഇലക്ഷന് നിൽക്കാൻ വേണ്ടിയിട്ട് മകളെ കൊന്നിരിക്കുന്നു. 6 വയസ്സുള്ള കുട്ടിയെ കൊന്നിരിക്കുന്നു. അച്ഛനാണോ ഇതൊക്കെ? ഇവരുടെ മാനസികാവസ്ഥ പിടികിട്ടുന്നില്ല. എന്തോന്ന് മാനസികാവസ്ഥ! ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒന്ന് നിങ്ങൾ നോക്കി, അച്ഛൻ മകളെയും കൊണ്ട് ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ ആ കുട്ടി എന്ത് സന്തോഷത്തോടെ ആയിരിക്കും അയാളുടെ കൂടെ പോയത്. എന്നിട്ടിത് കാണിച്ചതോ അയാൾ കനാലിലോട്ട് എടുത്ത് കളഞ്ഞു കൊച്ചിനെ. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. മനുഷ്യ മനസ്സുകൾ എന്താണെന്തോ മനസ്സിലാകുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കും ആൾക്കാരെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. നമ്മുടെ മക്കളെ നമ്മൾ തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുമ്പോഴൊക്കെ ചെയ്യും. പക്ഷേ ഈ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇയാൾ മനുഷ്യരൂപത്തിൽ പറഞ്ഞ വേറെന്തെങ്കിലും ആയിരിക്കും. എനിക്കറിയില്ല എങ്ങനെയൊക്കെ പറയണമെന്ന്.
ഞാൻ ആ പത്രം വായിച്ചിട്ട് കുറേ നേരം ഇങ്ങനെ സ്റ്റില്ലായിട്ട് ഇങ്ങനെ ഇരുന്നു, എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട്. നമ്മൾ സമൂഹം ഇപ്പോഴാണോ ഇങ്ങനെ, പണ്ടൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മനുഷ്യ മനസ്സുകളെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നില്ല. സ്വാർത്ഥതകൾ. അയാൾക്ക് ഇലക്ഷന് നിൽക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മകളെ കൊന്നിരിക്കുന്നു, ഇലക്ഷന് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്തോന്നവസ്ഥ, വളരെ കഷ്ടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? പരസ്പര സ്നേഹത്തോടെ ജീവിക്കേണ്ടത്, മക്കളായിരുന്നാലും സഹോദരങ്ങളായിരുന്നാലും ആരായിരുന്നാലും സ്നേഹം പങ്കിട്ട് ജീവിക്കേണ്ടടുത്ത് ഈശ്വരൻ അതിനാണല്ലോ നമുക്ക് അവസരം തന്നിരിക്കുന്നത്. അതൊന്നും ചെയ്യാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം മക്കളെയൊക്കെ ഇങ്ങനെ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണിത്? ചിന്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ ആ ന്യൂസ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ.